എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കള്ളൻ വിജയൻ വിവാദത്തിന് ശേഷം മന്ദൻ ഗോവിന്ദൻ വിവാദത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അറിയാലോ, കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലാകെ ചർച്ചാ വിഷയം ആരാണ് കള്ളൻ വിജയൻ എന്നാണ്. പാവം തിരുവനന്തപുരത്തുള്ള ഒരു നാടക കൃത്യനെ, ഒരു നാടക പ്രവർത്തകനെ, വിജയകുമാർ എന്ന് പറയുന്ന നാടക പ്രവർത്തകനെ കുറിച്ച് ദേശാഭിമാനി തയ്യാറാക്കിയ ഒരു മനോഹരമായൊരു ഫീച്ചർ. ആ ഫീച്ചർ ദേശാഭിമാനിയുടെ 4-ാം പുറത്ത് പ്രസിദ്ധീകരിക്കാനൊക്കെ വേണ്ടി തയ്യാറാക്കി, അത് പേജിലൊക്കെ ലേഔട്ട് ചെയ്ത് തയ്യാറാക്കിയപ്പോഴാണ് ദേശാഭിമാനിയിലെ ചില പിണറായി ഭക്തന്മാർക്ക് തോന്നിയത്, ഇത് കണ്ടാൽ ആളുകൾ കള്ളൻ വിജയൻ എന്ന ഹെഡിങ് കണ്ടാൽ ഇത് പിണറായി വിജയനാണ് എന്ന് തെറ്റിദ്ധരിക്കോ എന്നുള്ള പേടി കൊണ്ട് ആ ഫീച്ചർ അങ്ങോട്ട് ഒഴിവാക്കി പകരം മറ്റൊരു ഫീച്ചർ അവിടെ പ്ലേസ് ചെയ്ത്, അങ്ങനെ ഞായറാഴ്ച ഇറങ്ങേണ്ട ദേശാഭിമാനി തിങ്കളാഴ്ച ഇറങ്ങിയതിനെ കുറിച്ചുള്ള പുകില് ഇതുവരെ തീർന്നിട്ടില്ല. സ്വരാജ് ഒരുപാട് കള്ളത്തരങ്ങൾ, അല്ലേ? സ്വരാജ് വീണ് കടന്ന് ഉരുണ്ട് കള്ളത്തരം പറയാണ്. അയ്യയ്യേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് പ്രസ്സിൽ എന്തോ ഒരു തകരാറ് വന്നു, അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സാധാരണ അച്ചടിക്കേണ്ട ഒരു പ്രസ് കേട് വന്നപ്പോൾ വേറൊരു പ്രസ്സിലേക്ക് മാറ്റി, അവിടെ 2 പത്രങ്ങൾ അച്ചടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിപ്പോയി, അതുകൊണ്ട് ഞായറാഴ്ച ഇറക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച ഇറക്കിയുള്ളൂ എന്നാണ് സ്വരാജ് പറയുന്നത്. പക്ഷേ ഇതാ ഇന്നത്തെ മാതൃഭൂമിയിൽ ഇതാ പറയുന്നു, ദേശാഭിമാനിയിൽ വിവാദ ഫീച്ചർ, ന്യൂസ് എഡിറ്ററെ വാതിൽ പൂട്ടി പുറത്താക്കി. അതായത് ന്യൂസ് എഡിറ്റർ KR അജയനായിരുന്നു ഈ ഫീച്ചർ ഉണ്ടല്ലോ, അതായത് കള്ളൻ വിജയൻ എന്നുള്ള തലക്കെട്ടോടെ തയ്യാറാക്കിയ ഫീച്ചർ. അത് TC രാജേഷ് സിന്ധു ആണ് ആ റിപ്പോർട്ട്, ആ ഫീച്ചർ തയ്യാറാക്കിയത്. ഇന്നത്തെ രാജേഷിന്റെ ഫേസ്ബുക്കിൽ ആ ഫീച്ചർ, അതായത് ദേശാഭിമാനിക്കാർ ഒഴിവാക്കിയ ആ ഫീച്ചർ പൂർണ്ണമായിട്ടും രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഇപ്പൊ സ്വരാജ് പറയുന്നു അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ലേഖനേ ഉണ്ടായിട്ടില്ല, അങ്ങനെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ വന്നിട്ടില്ല എന്നൊക്കെയാണ് സ്വരാജ് പറയുന്നത്. പക്ഷേ ആ ഫീച്ചർ വാരാന്ത്യ പതിപ്പിന്റെ 4-ാം പേജിൽ ലേഔട്ട് ചെയ്ത് തയ്യാറാക്കി പ്രിന്റിങ്ങിന് വേണ്ടി വിട്ട ന്യൂസ് എഡിറ്റർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ന്യൂസ് എഡിറ്ററുടെ ക്യാബിൻ അടച്ചുപൂട്ടിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ വിവാദ ഫീച്ചർ, ന്യൂസ് എഡിറ്ററെ വാതിൽ പൂട്ടി പുറത്താക്കി. അതിൽ പറയുന്നത്, CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ അസാധാരണമായ നടപടി. നാടക കലാകാരനായ വിജയകുമാറിനെ കുറിച്ചുള്ള കള്ളൻ വിജയൻ എന്ന ഫീച്ചർ വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് വിവാദമായതോടെ അതിന്റെ ചുമതലക്കാരനായ ന്യൂസ് എഡിറ്റർ KR അജയനെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടി പുറത്താക്കി. എന്ന് പറഞ്ഞാൽ ഈ അജയകുമാറിന്റെ ഓഫീസ് പൂട്ടിട്ടറിഞ്ഞു. അജയകുമാറിന് ഇന്നലെ വന്നപ്പം ഓഫീസിൽ കയറാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? അജയകുമാറിനോട് പണി മതിയാക്കി പൊയ്ക്കോളാൻ അതിന്റെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായ സ്വരാജ് പറയുകയാണ്. അജയന്റെ ഈ ഷോക്കോസ് നോട്ടീസിലുള്ള മറുപടിക്ക് അജയൻ കൃത്യമായ മറുപടി കൊടുത്തു. ഞാൻ ബാക്ക് പേജിൽ പ്ലേസ് ചെയ്ത ആ ഫീച്ചർ ഉണ്ടല്ലോ, കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഫീച്ചർ, അതില് വളരെ കൃത്യമായി, അതിൽ ഒരു പാർട്ടി വിരുദ്ധതയും ഇല്ല, അതിൽ ആരെയും മോശക്കാരനാക്കിയില്ല. അത് ഒരു നല്ല, അതായത് തിരുവനന്തപുരത്തുള്ള നാടക പ്രവർത്തകനെ കുറിച്ചുള്ള വളരെ വളരെ പോസിറ്റീവായ ഒരു സ്റ്റോറിയാണ്. വിജയകുമാറിനെ ആ നാട്ടിലെ എല്ലാവരും കള്ളൻ വിജയൻ എന്നാണ് വിളിക്കുക. വളരെ കൗതുകകരമായ ഒരു സ്റ്റോറിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് അത് കൊടുത്തത്. അതില് ഒരു CPM നേതാവിനെയും അതിൽ കരുതേച്ച് കാണിച്ചിട്ടില്ല, ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ള മറുപടിയും കൊടുത്തു. പക്ഷേ സ്വരാജ് പറയുന്നത്, അയ്യേ, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരൊറ്റ കള്ളൻ വിജയം മാത്രമേ ഉള്ളൂ, അത് നമ്മളെ കാരണഭൂതാണെന്ന് സ്വരാജ് പറഞ്ഞപ്പോ എന്താ ചെയ്യാ? ഞാനത് സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നേ. പക്ഷെ അതല്ല, ഈ മാതൃഭൂമിയില് ഈ ന്യൂസ് എഡിറ്ററെ കുഴപ്പത്തിലാക്കി. ഈ KR അജയൻ എന്ന് പറഞ്ഞ ദേശാഭിമാനിയിലെ ഒരു നല്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോധവും വിവരവും ഒക്കെ ഉള്ള ഒരു ന്യൂസ് എഡിറ്ററാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ KR അജയൻ. അപ്പൊ അജയന് മിക്കവാറും പണിയായി. ഏതായാലും അജയൻ 51 വെട്ടുവെട്ടി ശരിയാക്കുമോ എന്നുള്ളതാണ് നമുക്ക് നീ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കേട്ടോ. അത് ആ വാർത്ത ഞാൻ മുഴുവൻ അതിലേക്ക് വായിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കള്ളൻ വിജയൻ അവിടെ കിടക്കട്ടെ. കള്ളൻ വിജയൻ കഴിഞ്ഞപ്പോ മന്ദൻ ഗോവിന്ദനാണ്. ആരാ മന്ദൻ ഗോവിന്ദൻ കേൾക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പോ, അതായത് കള്ളൻ വിജയൻ എന്ന് കേട്ടാൽ CPMകാർക്ക് അത് നമ്മളെ വിജയനാണ്, നമ്മളെ പിണറായി വിജയനാണ് എന്ന് തോന്നുമ്പോൾ, മന്ദൻ ഗോവിന്ദൻ ആരാപ്പ? മന്ദൻ ഗോവിന്ദൻ അപ്പം ഗോവിന്ദനോ?
അതായത് ഡി പ്രദീപ് കുമാറിന്റെ, നമ്മുടെ ഒരു സുഹൃത്തായ ഡി പ്രദീപ് കുമാർ, നേരത്തെ ആകാശവാണിയിലെ ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകനായ ഡി പ്രദീപ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ഡി പ്രദീപ് കുമാർ എഴുതിയത് ഇങ്ങനെയാണ്: കള്ളൻ വിജയനും മന്ദൻ ഗോവിന്ദനും. കള്ളൻ വിജയനെയും മന്ദൻ ഗോവിന്ദനെയും എനിക്കറിയില്ല. കള്ളൻ വിജയൻ വിവാദം കത്തിപ്പടരുമ്പോൾ ഞാൻ ഖാൻകാവിൽ അറിയാലോ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ നാടക പ്രവർത്തകനും നാടക രചയിതാവും ഒക്കെയാണ് ഖാൻകാവിലിന്റെ ആ നാടകത്തെ ഓർത്തു. ഇക്കൊല്ലം ജൂൺ 2 എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: മന്ദൻ കോയിന്നന്റെ സന്ദേഹങ്ങൾ. 4 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ആകാശവാണിയിലെ പ്രശസ്ത പ്രക്ഷേപകൻ ഖാൻകാവിൽ എഴുതിയ നാടകത്തിന്റെ പേരാണിത്. എങ്ങനെയുണ്ട്? അതായത് 4 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ആകാശവാണിയിലെ പ്രശസ്ത പ്രക്ഷേപകൻ ഖാൻകാവിൽ എഴുതിയ നാടകത്തിന്റെ പേരാണ് മന്ദൻ കോയിന്നന്റെ സന്ദേഹങ്ങൾ. സമകാലിക രാഷ്ട്രീയക്കാരുമായി ഈ പേരിനോ സംജ്ഞയ്ക്കോ യാതൊരു ബന്ധവുമില്ല. കയ്യിലിരിപ്പ് കാരണം ആരെങ്കിലുമായി സാമ്യം തോന്നുന്നത് യാദൃച്ഛികം. അതിന് ഞാൻ ഉത്തരവാദിയില്ല എന്നാണ് ഡി പ്രദീപ് കുമാർ പറഞ്ഞത്. അതായത് മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ എന്ന പേരിലുള്ള ഖാൻകാവിലിന്റെ നാടകവും ഇക്കണക്കിന് ആ നാടകത്തെ നിരോധിക്കേണ്ടതാണ്, അല്ലെ? കള്ളൻ വിജയൻ എന്നുള്ള ഒരു ടൈറ്റിൽ കണ്ടാൽ അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന, അതിനെതിരെ കലാപം കൂട്ടുന്ന, ആ ലേഖനം അപ്പാടെ നശിപ്പിക്കുന്ന ഈ പറയുന്ന പിണറായിയുടെ അടിമകൾ ഉണ്ടല്ലോ. അപ്പൊ ഇനി മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ, അതായത് വിജയനെ കള്ളനാക്കുമ്പോ ഗോവിന്ദനെ മന്ദൻ തന്നെങ്കിലും ആക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ കേരളത്തിൽ ജീവിക്കാൻ പറ്റുക? ഇനിയിപ്പോ വിജയനെ പറ്റിയിട്ട് ആർക്കും നീ മിണ്ടിക്കൂടാ, വിജയനെ പറ്റിയിട്ട് ആർക്കും ഇനി ഒന്നും മിണ്ടിക്കൂടാ. കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് ഈ വിജയനാണ്, അല്ലേ? ഇനി മന്ദൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അത് ആ ഗോവിന്ദൻ. നിങ്ങളൊരു കാര്യം ഉണ്ടല്ലോ. ഏതായാലും നല്ലത് തന്നെ. നമുക്ക് എന്താ പറയാ, സ്വരാജ് ഇനിയിപ്പോ എന്താ കള്ളത്തരം പറയാൻ നോക്കാം. സ്വരാജിന്റെ അടുത്ത കള്ളത്തരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനിടയിലെ ഇന്നത്തെ ഇതില് എന്താ പറയാ, കേരളകൗമുദിയുടെ ഏത് പേജിലാണ്? 4-ാം പേജിൽ, കേരളകൗമുദിയുടെ 4-ാം പേജിൽ ഈ വാർത്തയുണ്ട്. കള്ളൻ വിജയനിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഷോക്കോസിന് മറുപടി കൊടുത്തു KR അജയൻ. ആ സംഭവം കേരളകൗമുദി എഴുതിയത് ഇങ്ങനെയാണ്: കള്ളൻ വിജയൻ ലേഖനത്തിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്നും ലേഖനത്തിന് അനുയോജ്യമായ തലക്കെട്ടായിരുന്നു എന്നും ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ KR അജയൻ. ലേഖന വിവാദത്തിൽ റെസിഡന്റ് എഡിറ്ററായി സ്വരാജ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനാണ് അജയന്റെ മറുപടി. അപ്പൊ സ്വരാജ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു, അതിന് മറുപടിയും കിട്ടി. അജയന്റെ ഓഫീസ് പൂട്ടിടുകയും ചെയ്തു. എന്നിട്ടാണ് സ്വരാജ് കേരളീയ സമൂഹത്തോട് പറയുന്നത് അങ്ങനെ ഒരു നാടകവും ഇല്ല, അങ്ങനെ ഒരു വിവാദവും ഇല്ല. ആകെ സംഭവിച്ചത് അച്ചടിക്കാൻ കുറച്ച് പ്രശ്നമായി, പ്രസ് കേടായി. അതുകൊണ്ടാണ് ഞായറാഴ്ചത്തെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നാണ് സ്വരാജ് കള്ളത്തരം തട്ടിവിട്ടത്. ഇതിന്റെ ബാക്കി പറയുന്നത് എങ്ങനെയാണ്? തെറ്റുണ്ടെങ്കിൽ തിരുത്താമെന്നും അജയൻ വ്യക്തമാക്കി. അപ്പൊ അജയൻ ഈ ഷോക്കോസ് നോട്ടീസിലുള്ള മറുപടിയിൽ സ്വരാജിനോട് പറഞ്ഞത് ഇതില് പാർട്ടി വിരുദ്ധതയൊന്നുമില്ല, ഇനിയിപ്പോ അതാ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. അതായത് ഇനി മുതൽ അതിന്റെ അർത്ഥം ഇനി മുതൽ വിജയൻ എന്ന പേരിന്റെ കൂടെ കള്ളെന്നോ പോക്കറ്റടിക്കാരെന്നോ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ആ വാർത്ത ഇനി മുതൽ കൊടുക്കില്ല. അങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ, അല്ലേ? അതായത് ദേശാഭിമാനിയിൽ ഇനി മുതൽ വിജയൻ എന്നുള്ള ഒരു പേര് ഉപയോഗിക്കില്ല. ദൈവതുല്യനായ വിജയനോ അല്ലെങ്കിൽ വിജയൻ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ വേണ്ട, അതൊക്കെ പ്രശ്നവും. അതുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരൊറ്റ വിജയനെ ഇനി മുതൽ ഉണ്ടാവുള്ളൂ. അത് ആരാണ്? അത് നമ്മളെ കാരണഭൂതം വിജയനാണ്. അതല്ലാതെ മറ്റു വിജയന്മാർക്കൊന്നും ദേശാഭിമാനിയിൽ സ്ഥാനമില്ല. അപ്പോ മന്ദൻ ഗോവിന്ദനും ദേശാഭിമാനിയിൽ സ്ഥാനം കിട്ടുമോ കിട്ടില്ലേ, അല്ലെങ്കിൽ ഇനി മന്ദൻ ഗോവിന്ദന്റെ ഈ ഖാൻകാവിലിനെതിരെ ഇനിയിപ്പോ എന്തൊക്കെയാണ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.